നമ്മളെപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നമ്മളിപ്പോൾ ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു മൊമെൻറ്റുകളൊക്കെ ഒരിക്കൽ നമുക്കൊരു മെമ്മറി ആവുന്നുള്ളത് അല്ലേ? സത്യമല്ലേ? ഒരിക്കലും നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയാത്തത് സമയമാണല്ലേ? കാലചക്രത്ത് ഒരിക്കലും നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ഒരു ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ഞങ്ങൾ റമദാൻ്റെ മുന്നേ നമ്മുടെ നാട്ടിൽ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് പോയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കലും അതുപോലെ ഇത്തരത്തിലുള്ള വെള്ളത്തിൽ ഇങ്ങനെ നീരാടി കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ ഫുട്ബോൾ രാവിലെ മോർണിംഗ് പ്രാക്ടീസ് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പോയതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കറിയാം ഇതൊരിക്കലും ഈ ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളൊക്കെ പിന്നീട് ആലോചിക്കുന്ന സമയത്തൊരു മെമ്മറിയാണ്. ഇപ്പോൾ ഈ കൂട്ടത്തിലുള്ള ആളുകൾ പല ആളുകളും പല ജോലി സ്ഥലങ്ങളിലെത്തി, അങ്ങനെ ഓരോരുത്തർ ഓരോരോ വർക്ക് സ്പേസിലെത്തി. പക്ഷേ നമ്മൾ ഒപ്പം ഉണ്ടാകുന്ന ഒരു സമയം ഉണ്ടല്ലോ നമ്മളെ കൂട്ടുകാരുമായിട്ട്, അത് വല്ലാത്തൊരു നമുക്ക് ചെറിഷ് ചെയ്യാൻ പറ്റുന്ന മൊമെൻറ്റുകളാണ്. ഓൾറെഡി നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ ഏറ്റവും ഫുള്ളസ്റ്റ് ഹാപ്പിനെസ്സിലായിരിക്കും നല്ല മൊമെൻറ്റുകൾ. പക്ഷേ അല്ലേ, നമ്മൾ ആലോചിച്ച് നോക്കി നമ്മളെ കുട്ടിക്കാലത്തൊക്കെ നമുക്ക് എത്രയോ സമയം നമ്മളെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ അന്ന് നമ്മളെ കയ്യിലില്ലാത്തത് പൈസയാണ്. സമയവും ആരോഗ്യം നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ആ സമയത്ത് അല്ലേ. പക്ഷേ ആ സമയത്ത് പൈസ ഇല്ല. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളൊന്ന് സെറ്റിലായി കഴിഞ്ഞാൽ നമുക്കപ്പോൾ ആരോഗ്യം ഉണ്ടാവും, പൈസ ഉണ്ടാവും, പക്ഷെ നമ്മളെ കയ്യിൽ സമയം ഉണ്ടാവില്ല. പിന്നെ കുറച്ചുകൂടി ലൈഫ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ 40കൾക്ക് അല്ലെങ്കിൽ 50കൾക്ക് ശേഷം നമ്മളെ കയ്യിൽ ഇഷ്ടം പോലെ സമയവും ചിലപ്പോൾ നമ്മൾ അധ്വാനിച്ചതിനനുസരിച്ച് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവും. പക്ഷെ ആ സമയത്ത് നമുക്കില്ലാത്തത് ആരോഗ്യമാണ്. അപ്പോൾ പൈസയും ആരോഗ്യവും നമ്മളെ ശാരീരികമായിട്ടുള്ള അവധിയൊക്കെ എല്ലാ സമയത്തും നമുക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല. അതൊക്കെ ഉള്ള സമയത്ത് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. ലൈഫിൽ ഏറ്റവും നമുക്ക് പഠിപ്പിച്ചിരുന്ന ഒരുപാട് പാഠങ്ങളുണ്ട്. അതിൽപ്പെട്ട ഏറ്റവും വലിയ റിയാലിറ്റി ആവണം എന്തറിയോ, സമയത്തെ നമുക്കൊരിക്കലും പിടിച്ചു നിർത്താൻ പറ്റില്ല എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് ഒരുപാട് നല്ല മൊമെൻറ്റുകൾ നമ്മൾ നല്ല നാളേക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് പിന്നീട് ഒരിക്കലും നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്തറിയോ, ആ മാറ്റിവെച്ച സമയം പിന്നീട് ഒരിക്കലും നമുക്ക് കിട്ടില്ല എന്നുള്ളത്. ഇതൊക്കെ ഒരു വല്ലാത്തൊരു മൊമെൻറ്റാണ്. നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം നിങ്ങൾക്കിത് ഫീൽ ചെയ്യാൻ പറ്റുന്നത് അറിയില്ല. നമ്മൾ ജസ്റ്റ് ആ ഒരു സമയത്ത് കുറച്ച് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട്, കുറച്ച് കണ്ടൻറ് ക്രിയേഷന് വേണ്ടിയിട്ട് എടുത്ത് വെച്ച വീഡിയോസ് ആയിരുന്നത്. ആ ഒരു സ്ഥലവും ആ ഒരു ആംബിയൻസും ഒക്കെ അത്രമേൽ ബ്യൂട്ടിയാണെന്നുള്ളത് നിങ്ങൾക്കും അറിയാം, നമുക്കും അറിയാം. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബ്യൂട്ടി അറിയാം. പക്ഷെ ഞാൻ പറയുന്നത് ആ സ്ഥലത്തിനോ അല്ലെങ്കിൽ ആ മൊമെൻറ്റിനോ അല്ല, നമ്മൾ ആ കൂടിച്ചേർന്ന ആളുകളുണ്ടല്ലോ, ആ ഒരു അതിനാണ് അതിൻ്റെ ഭംഗി. ഏറ്റവും മനോഹരമായിട്ടുള്ള അതിൽ ഒളിഞ്ഞടക്കുന്നൊരു സാധനം അതാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞു പോയ കാലത്തെക്കുറിച്ചുള്ള റിഗ്രറ്റ് നമുക്ക് ഉണ്ടാവരുത്. അതിനെക്കുറിച്ചുള്ള നല്ല ഓർമ്മകൾ നമ്മൾ വയസ്സുകാലത്ത് ചാരുകസയിലിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ആലോചിക്കാൻ പറ്റണം, നമ്മളും ഒരു കാലത്ത് ഇങ്ങനെ ജീവിച്ചിരുന്നല്ലോ എന്നുള്ളത്.